ദുരന്തങ്ങളുടെ സങ്കീർണതകളും അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വേദനകളും സന്തോഷവും എടുത്തു കാണിക്കുവാൻ ഒരു എളിയ ശ്രമം തികച്ചും ഫലിതരൂപേണയുണ്ടായി. ആയുഷ്കാലം ഞാനേ 3:30 ഞാൻ കൊള്ളാം അത് ഞങ്ങളുടെ കുടുംബക്കല്ലറിയാണ്. വെല്ലിപ്പച്ചനെ അവിടെ അടച്ചിട്ടുണ്ട്. വെല്ലിപ്പച്ച ഞാൻ 10 മണിയായപ്പോൾ കടന്നാനായിട്ട് ഒരുങ്ങിയതാണ്. വെല്ലിപ്പച്ച ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ കൂടെ അങ്ങോട്ട് പോകാം, എനിക്ക് അവിടെ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഓടിക്കുന്നു, നിങ്ങൾ നമുക്ക് എന്തെങ്കിലും വർത്താനം കൊണ്ട് വിളിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു വെല്ലിപ്പച്ചനല്ലേ പോയേക്കാന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പം വെല്ലിപ്പച്ചനുണ്ട്, വെല്ലിപ്പച്ചയുണ്ട്. ഈയിടെ കാടെടുത്തിട്ട് സൊസീന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഞങ്ങൾ 2 പേരും 3 പേരും കൂടെ കൂടിയിട്ട് 1 2 ഒക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഞങ്ങൾ റമ്മി കളിച്ചു. ഞങ്ങൾ 4 പേരും റമ്മികളെല്ലാം കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്ന് രാത്രി 3:30. അല്ലാതെ ഞാൻ ആരോട് ചേട്ടനെ ഇവിടെ അതിനെ എണീക്കത്ത് ഇവരുടെ മെലാഡി പോയിട്ടുണ്ടോ? എല്ലാം പെട്ടി മൊത്തം നശിപ്പിച്ചാണ് കാര്യങ്ങൾ. ഇത് കിടക്കല്ലോ, സൂക്ഷിച്ച് കാര്യങ്ങളാ. നമ്മളെ വീട്ടിൽ നമ്മൾ വിളിച്ചത് നമുക്ക് കൊള്ളാം. അത്രയും എന്തോ മതിയോ. അതെ, ഇനി രാവിലെ എണീക്കുമ്പോഴേ ചുമ്മാ ഒന്ന് നടക്കാൻ പോകാം നമുക്ക്. എന്നിട്ട് എന്തിനാ 10 മണിക്ക് വണ്ടി ഇടിച്ച് പിന്നെ ഈ പെട്ടി വേറെ ചാവാത്ത പീസുകൾ നടക്കുന്ന ചുമ്മാ ഇരുന്ന് കാണുന്നതിന് കുഴപ്പമുണ്ടോ? അത് കാണാൻ വേണ്ടിട്ടാ, നമ്മളെ കാര്യം കാണുന്നില്ലല്ലോ. വേണേ നമുക്ക് അവരെ കൂടെ നടന്ന അവരെ വീട് വരച്ചില്ല, പക്ഷെ നമ്മളാരും കാണത്തില്ല. അതെ ഞാൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടാ പറ്റില്ലെന്നറിയാമോ? പോരൂല. ഞാനിത് കുറച്ചേരം ചെവി വെച്ചു, മൂക്കിന്റെ അടുത്ത് ഭയങ്കര. അതിന് നീ ചെവി വെച്ചത് നമ്മുടെ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഓടിയത് ഗെയിം പോലെ വെച്ചിട്ടാണ്. ഞാൻ ചെറുപ്പില്ലാതെ ഇടത്ത് ചെവി വെക്കും. ആ തെമ്മാടിക്കുരിയിൽ വരുന്ന തെറി രാത്രി 12 കഴിഞ്ഞു സൈക്കിൾ. എനിക്കൊരു സംശയം, ഞാൻ മിക്കവാറും നിങ്ങൾ സംസാരമല്ലോ അതെന്താ നിങ്ങൾ ഇത്ര സ്നേഹമാണ് ജീവിച്ചിരിക്കുമ്പോൾ എന്തായി പരിചയമുണ്ടായിരുന്നു? ആര്? ഞങ്ങൾ തമ്മിലോ? ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ പോലെ ശത്രുക്കൾ ആ നാട്ടിൽ കാണിയത്.
ഇവരെന്നെ കണ്ട അന്നേരം ഇവരെ കൊല്ലുവല്ലേ, ഞാൻ അവനെ കണ്ട അന്നേരം ഞാൻ അവനെ കൊല്ലും. ആ ഒരു പരിവത്തിൽ നടന്നു. യവനെ ഒറ്റയെടുത്തും കാരണം ഞാൻ മരിക്കാൻ കാരണം ആന്ന് നല്ല കയ്യിലില്ലല്ലോ. എന്റെ എന്താ കയ്യിലിട്ടു? എനിക്ക് നാട്ടില് ചിറ്റിയുടെ ഒക്കെ പരിപാടിയായി. ചിട്ടി എന്റെ പുരാതനമായിട്ട് കാരണന്മാരായിട്ട് നടത്തിക്കൊണ്ട് വന്ന ഞങ്ങളൊക്കെ തന്നെയാണ്, സൈക്കിളിൽ തന്നെയായിരുന്നു. അപ്പൊ ചിട്ടിയുടെ പരിപാടിയായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് ഈ കണക്കും കാര്യങ്ങളൊന്നും അത്ര പിടുത്ത വിദ്യാഭ്യാസം കുറവാണ്. അപ്പൊ ഞാൻ ഈ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവനെ എന്റെ സ്റ്റാഫായിട്ട് വെച്ചു. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ കാണാൻ ഇച്ചിരി സുന്ദരിയാണ്. അങ്ങനെ ഇവൻ എന്റെ കണക്ക് നോക്കി അവസാനം എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുടെ കണക്ക് നോക്കാൻ ഇവര് തമ്മിൽ ലൈനായി. നാട്ടുകാർ പലതും എന്നോട് പറഞ്ഞു, പക്ഷെ ഞാനൊന്നും വിശ്വസിച്ചില്ല. ഒരു ദിവസം എന്റെ പൊന്നിയടാമേ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് തരേണ്ട ചോറ്, ഞാൻ കഷ്ടപ്പെട്ട അരിയുടെ ചോറ് ഉരുട്ടി എന്റെ ഭാര്യ ഇവന്റെ അണ്ണാക്കിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ചെന്നിട്ട് അവിടെ ചെവിക്കല് നോക്കി ഒറ്റ അടിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എടി ഞാൻ കഴിക്കേണ്ട ചോറാണ് ഇവര് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവർക്ക് അടിച്ചു. എന്നിട്ട് ആ ചോറ് മൊത്തം ഭാര്യ ഞാൻ അങ്ങോട്ട് തിന്നു. ആ ചോറ് തിന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഒന്നും ഇല്ലാത്തത്. ഇങ്ങനത്തെ കാശൊക്കെ മാത്രമേ ഉള്ളൂ, സ്നേഹിക്കാനെന്ന് പറഞ്ഞൂടാ. ആരും പറഞ്ഞു സ്നേഹിക്കറിയാം? അങ്ങനെ ഞങ്ങൾ തമ്മിൽ സ്നേഹമായി. സ്നേഹമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് എനിക്ക് പുള്ളുവായിരിക്കുന്നത്. പക്ഷെ ഇയാള് ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാനേ അവള് സമ്മതിക്കില്ല. അപ്പൊ അവള് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞു. സിനിമയൊക്കെ പോയിട്ടുണ്ട്, അറിയാവില്ല. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് മരിക്കാതില്ല. അങ്ങനെ അവള് ചോറില് വിഷം കലക്കിയിട്ട് ആ ചോറ് 2 പിടി എനിക്ക് തന്നു. ഞാനത് കഴിച്ച് 3ാമത്തെ പിടി അവള് കഴിക്കാൻ പോയപ്പോഴാണ് ഇയാൾ വന്നത്. ഇയാളത് തട്ടിപ്പറിച്ച് ഇയാൾ കഴിച്ച് കഴിച്ചു. വീടിന്റെ തൊട്ടടുത്തൊരു റെയിൽവേ പാളോ അതിലേക്കൂടെ കയറിയത് നടക്കും. അപ്പൊ ഇവള് ഈ എന്റെ ലൈനാണല്ലോ, പക്ഷെ ട്രെയിൻ വരുന്ന ലൈനിൽ കൂടെ ഞാൻ നടന്നു പോകുന്നു. ഇത് ഞാൻ അറിയുന്നില്ല, ലൈനാണല്ലോ രണ്ടും. ഇവളൊരു ഉമ്മ ചോദിച്ചു. അപ്പൊ ഞാൻ ഈ ഉമ്മ എന്ന് പറയുമ്പോൾ ഈ ട്രെയിനിന്റെ ഓണയുടെ ശബ്ദവും അല്ലേ, ഈ 2 സാധനങ്ങൾ എനിക്ക് പിടിയില്ല. എന്തായി വരാൻ പോകുന്നത്? ഉമ്മ എന്ന് പറഞ്ഞേ ട്രെയിൻ വന്ന് എന്നെ ഉമ്മ വെച്ചിട്ട് പോയി. ഇത്ര എനിക്ക് ഓർമ്മ. പിന്നെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ ഫോൺ കാരണം എത്ര പേരെ മരിച്ചു പോകുന്നറിയോ? സെൽഫി എടുത്തിട്ട് എത്ര മാർക്കോട്ടിച്ചാണ്. പിന്നെ ഫോൺ ഭയങ്കര ഉപദ്രവമാണ്. എന്തായാലും പെണ്ണ് കാരണോട് നമ്മളെ കൂടത്തിരിക്കാനുള്ള ഇപ്പൊ ആ ഒരു പേര് പറഞ്ഞ് നമ്മൾ ഇവിടെ കിടന്ന് രണ്ടാമതൊന്നും തല്ലിച്ചാവേണ്ട കാര്യമില്ല. ഇവിടൊക്കെ നമ്മൾ സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കും, ആരും ഒരു ശല്യമില്ല. എന്തിന് ഈ തലയിൽ ഈ ചത്തവരുടെ തലയിലൊക്കെ ഇങ്ങനെ കെട്ടി മൂക്കിൽ പഞ്ഞു വെച്ച് കാല് കൂട്ടിക്കെട്ടുന്നൊക്കെ സത്യം പറഞ്ഞാലേ ഇതിലൊരു കഥയില്ല. ഇത് പണ്ട് ഏതോ കാരണന്മാർ അന്ന് തോന്നിയ ഒരു ബുദ്ധിയും കാണിച്ചതാണ്. ഈ ചത്തി കഴിയുമ്പോഴേ പഞ്ഞി വെച്ച് അടയ്ക്കാണ് പിന്നെയും ശ്വാസം പിടിച്ചവന്മാർ ജീവിക്കുകയല്ലേ. പിന്നെ വായി കളിക്കാതിരിക്കാണ് ഈ കെട്ടി കിട്ടുന്നത്. അഥവാ ജീവൻ പറഞ്ഞിട്ട് ഈ ഓടാതിരിക്കാണ് കാലെ കിട്ടുന്നത്. അല്ലാതെ ഇന്നത്തെ പക്കത്ത് ഒരു കഥയില്ല. ഇവിടെ വന്ന് പറഞ്ഞാൽ നമുക്ക് കൊല്ലം പോകുന്നത് ഈ 2 കെട്ടുകൊണ്ട് ഒന്നുമില്ല. ഒരു പെണ്ണാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 2 പേരുടെ ജീവിതം. ഇന്നിപ്പോ ഞാൻ മരിച്ചിട്ട് 1 വർഷം തികയില്ല. ആണ്ട ഞാനെന്ന് പറഞ്ഞാൽ ഇവരും 2 പേരും എന്തായാലും ഞാൻ കെട്ടിയതാണല്ലോ. എന്നെ കാണാൻ വേണ്ടി ഇന്ന് കല്ലറയിലാവും ഭാര്യ പൂ വെക്കും, പ്രാർത്ഥിക്കും. അത് ഉറപ്പായി. ഞാൻ ഓടാവില്ല. പള്ളി വെച്ച് നിയമപ്രകാരം കല്യാണം കഴിച്ചോ ഞാനാണോ? അവർക്ക് യഥാർത്ഥ സ്നേഹമുള്ള എന്നോടല്ലേ? എന്നെ പറഞ്ഞ് കെട്ടിയോ കെട്ടിയല്ലോ പേരിലുണ്ടായിരുന്നുള്ളൂ. ഞാനായിട്ടായിരുന്നില്ല നേരത്തെ പറഞ്ഞ ചെവിക്കും അടിക്കാൻ പോട്ടിക്ക് ഞാൻ പറഞ്ഞോ. ഇവിടെ കിടന്ന് തമ്മിൽ തട്ടി തട്ടിട്ട് വലിയ കാര്യം. പിന്നെ എന്താ നീ ന്യായമല്ലാത്ത നേരത്തെ പറയുന്നത്? എന്നെ കാണാൻ ഒരു ആകാര്യം പറഞ്ഞാൽ നിങ്ങൾ 2 ഈ കഥ വന്നിട്ടുണ്ടല്ലോ, എനിക്ക് പുള്ളിക്കാരിനെ കാണാനോ എന്നുള്ള ഒരു മോഹമുണ്ട്. സുന്ദരിയാണ്, ഇടുക്കിയാണ്. വരൂ ഇത് വരൂ. ഇന്ന് ഓരോ കാര്യം നീ മരിച്ച 6 ദിവസമല്ലേ വരാതിരിക്കാൻ പറ്റിയല്ലോ. ഇതൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം. പറഞ്ഞിട്ടില്ല.
മനസ്സിലുണ്ട്. പക്ഷെ നീ എന്തോ ഇത് കാണിച്ചിട്ടാണോ മൈക്കെടുക്കുക. ഞാൻ വരികയില്ല. കരയുന്നുണ്ടോ? കാരണം എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. ഞാൻ തെറ്റിയിട്ടാണ് ജീവനുണ്ടായിരുന്നു. പിന്നെ അവള് വണ്ടിയിലൊക്കെ അവളെ വായി തന്നെ പാവം നിഷ്കളങ്കാണ്. ഞാൻ വെറുതെ ഒരുപാട് സംശയിച്ചത്. എന്നെ ഇല്ലാത്ത ഇട്ടത് സഹിക്കും പോണം. എല്ലാം സഹിക്കും. ഇച്ചായ ആവിയായി പോയി പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കിട്ടി. പ്ലേറ്റ് എന്ന് വെച്ചിട്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല. എന്റെ അച്ഛനും എന്റെ അച്ഛനും കൂടെ കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. അത് തീർക്കാൻ എന്റെ അപ്പച്ചന് പറ്റിയില്ല. അത് കാരണം എന്റെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തതാ. അല്ലാതെ എന്നെ പോലത്തെ ഇത്ര സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് മകൻ കെട്ടോ? പറ ജോസേട്ടാ, പറ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് ഇനി ആളുണ്ടോ? എന്റെ അടുത്തൊക്കെ വരുമോ? എനിക്കൊന്നുമില്ല. ഞാൻ രണ്ടുപേരായിട്ടും കൂടി ഒരു കാര്യം പറയുക. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് മതിയായി. അത് കാരണം ഞാനിപ്പോ ഒരാളുടെ സ്നേഹത്തിലാണ്. അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരും കേൾക്കുന്നുണ്ടല്ലോ. രണ്ടുപേരും എന്നെ അനുഗ്രഹിക്കണം. ഞാൻ കെട്ടാൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. പിടിക്കട്ടെ പിടിക്കട്ടെ. ശ്രമിച്ചായ ഇത് എന്റെ അപ്പച്ചൻ. അപ്പച്ചനെ എന്നെ പഠിപ്പിച്ച് പോലെ ഒരു ഡോക്ടറാക്കിയത്. എവിടെ നിന്ന് 10ാം ക്ലാസ് തോറ്റിട്ട് അണ്ടിക്കമ്പി ജോലി ചെയ്യുമ്പോഴേ നമ്മൾ കിട്ടിയത്. ഒരാളും കൂടെ ഉണ്ട്. ഒരാളുണ്ടോ? ഇതാരാ? ഇത് എന്റെ വല്യപ്പച്ചൻ. വല്യപ്പച്ചന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഡോക്ടറാക്കണം. അവള് ചത്തു വരട്ടെ. നമുക്ക് രണ്ടുപേർക്ക് എണ്ണി പ്രതികാരം ചോദിച്ചിട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നാളെ തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് നാളെ തന്നെ അവളോട് ചോദിക്കാം. വരും. സുരക്ഷിതമായ കൈകളാണ് അവളോട് ചെന്നിരുന്നത്. അവൾ ആരോടാ പോയതറിയോ? 5 പേരെ കല്യാണം കഴിച്ച് ആദ്യം തന്നെ തലക്കടിച്ചു വന്ന സൈക്കോ സമഗ്രൂടെ നാളെ തന്നെ വരും.
തകരാറ്. മുറുക്കാനുണ്ടോ കയ്യില്? ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് കിട്ടിയിരുന്നെങ്കിൽ വേണ്ട, അടുത്ത് വേണ്ട, എന്നോട് വേണ്ട. കളിക്കണ്ടോ? എന്തൊക്കെ ബഹളായിരുന്നു. സൈക്കോ, ചുറ്റില, തലക്കടി, ഓരക്കയുടെ മൂട്, അങ്ങനെ ശവാട്ടി ശവമായി.